ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കാണും ഇതിൻ്റെ റെക്കോർഡിങ്ങിന്. കാരണം നമ്മൾ ബാംഗ്ലൂരാണ്, ദീപാവലി സീസണാണ്. പൊന്നമ്മയുടെ ഫസ്റ്റ് ദിവാലി. കാര്യം പുകയും വെടിയും ഒക്കെ പെണ്ണിന് പേടിയാണെങ്കിലും ഒരു ലൈറ്റ് ഇടുന്നതിനും വിളക്ക് കത്തിക്കുന്നതിനും കോലം വരയ്ക്കുന്നതിനും അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒട്ടും കുറവ് വേണ്ടാന്ന് വിചാരിച്ച് അരിപ്പൊടിക്കോലം ബ്രാക്കറ്റിൽ സ്റ്റെൻസിൽ ഉപയോഗിച്ചു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ചേരാത് എല്ലാം നമ്മൾ വെച്ചു. പിന്നെ ഇത്തവണ ഒരു വെറൈറ്റിക്ക് എല്ലാ മുറിയിലും നമ്മൾ ലൈറ്റ് ഇട്ടു. സാധാരണ ബാൽക്കണി മാത്രമാണ് നമ്മൾ ചെയ്യാറ്, പക്ഷേ ഇത്തവണ ഫ്രണ്ടിലും ബാക്കിലും, എന്തിനേറെ പറയുന്നു വർക്കിംഗ് റൂമിൽ വരെ നമ്മൾ ലൈറ്റ് ഇട്ടു. അങ്ങനെ അതെല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ അരിപ്പൊടി ഇവിടെ ഇതൊരു ലോക്കൽ ബ്രാൻഡാണ് മേടിച്ചത്. അത് ഈ സ്റ്റെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി. നമുക്ക് വേണ്ട ഡിസൈനുള്ള സ്റ്റെൻസിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ കിട്ടും. ഈ സ്റ്റെൻസിൽ പരിപാടിയൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷം കണ്ടുപിടിച്ചേക്കണ പരിപാടികളാട്ടോ. ആക്ച്വലി നാട്ടിൽ കോലം വരയ്ക്കരുത് തന്നെ നമുക്കില്ലല്ലോ. ദീപാവലിക്കാണെങ്കിലും നമ്മൾ 1-2 വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കും എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ യഥാർത്ഥ ആഘോഷമായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് ബാംഗ്ലൂർ വന്നിട്ടാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാ ഇന്ത്യൻ ഫെസ്റ്റിവൽസും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. ആൻഡ് ദീപാവലി പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. പിന്നെ ഈ കാണുന്ന നമ്മുടെ പൊന്നിക്കുട്ടൻ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കാൻ പറ്റിയോ എന്ന് എനിക്കറിയില്ല. ഇതാണ് ഇവളുടെ 28-ന് ഇവളിട്ടിരുന്ന ഉടുപ്പ്, ഇവളുടെ ചോറൂണിന് ഇവളിട്ടിരുന്ന ഉടുപ്പ്. ഈ ഉടുപ്പ് ഇവൾക്ക് ഇപ്പോഴും പാകമാണ്. അപ്പോൾ തന്നെ ആൾ എന്തോരം വലുതായിട്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇറക്കം കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ, ആൾ പൊക്കം വയ്ക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 ചിരാത് എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കറക്റ്റ്. അപ്പം നമ്മൾ ചിരാതിൽ നല്ല എണ്ണ, നമ്മൾ ജിഞ്ചലി ഓയിൽ, എനിക്ക് തോന്നുന്നു ജിഞ്ചലി ഓയിൽ ആവണക്കെണ്ണയാണ് ജിഞ്ചലി ഓയിൽ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപയോഗിച്ച് നമ്മളെല്ലാ ചിരാതുകളും കത്തിച്ചു, വിളക്ക് വച്ചു, ലൈറ്റ് ഇട്ടു, പലഹാരങ്ങൾ ഉണ്ടാക്കി. നമ്മളുടെ വീട്ടിലെ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലെ കലാപരിപാടികളിലേക്ക് പോകാൻ. ഞങ്ങളിവിടെ വന്ന ഇടയ്ക്ക് ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു. ഞങ്ങളും കുറേ കമ്പിത്തിരി പൂത്തിരി മത്താപ്പൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ പങ്കെടുത്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര വീസിങ്ങൊക്കെ വന്നു ആ പൊടിയൊക്കെ അടിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ ഇത്തവണ എന്നല്ല, അതിന് ശേഷമുള്ള എല്ലാ തവണയും ഞാൻ മാസ്ക് വെച്ചിട്ടാണ് പോവാറ്. കുറേ നേരം ഞാൻ നിൽക്കാറില്ല, ഞാൻ കത്തിക്കാറുമില്ല. പക്ഷേ നമ്മൾ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ അതിൽ കൂടാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും പോകാൻ തീരുമാനിച്ചു. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എൻ്റെ കെട്ടിയോ വന്ന അമ്മയോട്, അമ്മയ്ക്ക് പൂത്തിരി ഭയങ്കര ഇഷ്ടം, മുകളിൽ ഭയങ്കരമായിട്ട് പൂത്തിരിയൊക്കെ കത്തുന്ന കാണാൻ അമ്മയെ വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. പൊന്നമ്മയ്ക്കാണെങ്കിലും ലൈറ്റൊക്കെ കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, പിള്ളേർ നമ്മൾ ഈ ലൈറ്റിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവർ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് തന്നെ കറക്റ്റ് നറേറ്റ് ചെയ്ത ടൈമിൽ ആ സംഭവം നടന്നു. അവളിങ്ങനെ കൈ എത്തിച്ചു, പക്ഷെ തൊടാൻ പറ്റിയില്ല. നമ്മൾ വിജിലൻ്റായിട്ട് നോക്കിയിരിക്കണം ഇങ്ങനെയുള്ള സെലിബ്രേഷൻസിലൊക്കെ പിള്ളേരെ നമ്മൾ പങ്കെടുപ്പിക്കുമ്പോൾ. പിന്നെ പെണ്ണിനാണെങ്കിൽ കണ്ടിട്ടും മതിയാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കിച്ച രാമ ഗോവിന്ദ, രാമ കിച്ച ഗോവിന്ദ, വെങ്കട കിച്ച ഗോവിന്ദ, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഇതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ ഇത് നമ്മളുടെ നമ്മുടെ ഫ്ലോറിൻ്റെ താഴെ ദീപക്കേട്ടൻ്റെ ഒക്കെ വീടുണ്ട്. അവരുടെ ഫ്ലോറും ഭയങ്കര സൂപ്പറായിട്ടാണ് അവർ എല്ലാം ഡെക്കറേഷൻസും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മളുടെ ദീപാവലി കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു, സാധാരണ നമ്മളുടെ അപ്പാർട്ട്മെൻ്റ് ഒന്നും ഫില്ലായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ വേക്കൻറ്റ് ഹൗസസ് ഉണ്ടായിരുന്നു. ഇപ്പം മിക്ക വീടുകളും ഓക്യുപ്പൈഡ് ആയത് കാരണം എല്ലാ വീട്ടിലും ലൈറ്റ് ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ദീപക്കേട്ടൻ്റെ ആ ഫ്ലോറ്. അത് കഴിഞ്ഞപ്പം നമ്മൾ തീരുമാനിച്ചു, ഓക്കെ ബാംഗ്ലൂരിലെ ദീപാവലി ആഘോഷം ടെറസിൽ നിന്ന് കാണുന്നത്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഈ കമ്പിത്തിരി പൂത്തിരി മത്താപ്പ് ഇതൊക്കെ ഇങ്ങനെ. പിന്നെ ആ മുകളിലേക്ക് പോയി ഇങ്ങനെ ചിന്ന് പെട്ടുന്ന സാധനങ്ങളിലേക്ക്, അതിൻ്റെ പേരറിയാൻ പാടില്ല, അതൊക്കെ കാണാൻ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്നു. വീഡിയോയിൽ എത്രമാത്രം ജസ്റ്റിഫൈഡ് ആണെന്ന് അറിയില്ല, ബട്ട് ബാംഗ്ലൂർ ഇസ് വെരി കളർഫുൾ ആൻഡ് ഹാപ്പനിങ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ദിവാലി. ബാംഗ്ലൂരിൽ ഏറ്റവും സൂപ്പറായി സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഫെസ്റ്റിവൽ ദീപാവലിയാണ്. കന്നഡ രാജ്യോത്സവമുണ്ട്, പക്ഷെ അതൊരു ഫെസ്റ്റിവലായിട്ട്
കാറ്റഗറൈസ് ചെയ്യാവുമെന്ന് എനിക്കറിയില്ല. എനിവേസ് നമ്മൾ പടക്കങ്ങളൊക്കെ മുകളിലത്തെ കണ്ടിട്ട് താഴത്തേക്ക് പോവാണ്. തണുപ്പാണ്, തണുപ്പ് വീണ് തുടങ്ങി, നല്ല കാറ്റാണ്. അതുകൊണ്ട് തന്നെ പൊന്നിക്കുട്ടനെ നമ്മളിവിടെ ജാക്കറ്റും ഹുഡിയൊക്കെ ഇടിച്ചാണ് കൊണ്ടുപോകണത്. ഇത് ഭാവികയുടെ അമ്മ പൊന്നിക്കുട്ടനെ കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലും എല്ലാ വീട്ടിലും ദീപങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, കോലമുണ്ട്. നമ്മൾ ചെന്നപ്പം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു റഫ്ലി 6:30 ആയിരുന്നു ടൈം. അത് കഴിഞ്ഞ് പയ്യെ ഓണായി വരും തോറും സൗണ്ടും പുക കൂടിയപ്പോൾ ഞാൻ പയ്യെ സ്കൂട്ടാവാന്ന് തീരുമാനിച്ചു. സൗണ്ട് കൂടിയപ്പോൾ എൻ്റെ പെണ്ണും എന്നെ നിർത്തിയില്ല. അങ്ങനെ ഞാനും ചക്കുവും കുറച്ച് നേരമൊക്കെ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് നിന്ന് അവൾ പേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ അവളെ കൊണ്ടുപോയി. പിന്നെ അച്ഛനും അമ്മയും അച്ഛൻ എൻ്റെ കൂടെ വന്നു. അമ്മയും പോളേട്ടനും കുറേ നേരം കൂടെ നിന്ന് സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അമ്മ കയറി പോന്നു, ചോറ് ചൂടാക്കാനുണ്ടെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 10-15 മിനിറ്റ് പോളേട്ടൻ താഴെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോളേട്ടനും കയറി പോന്നു. നല്ല സെലിബ്രേഷൻ ആയിരുന്നു ഈ കൊല്ലം, ആസ് യൂഷ്വൽ. ബിക്കോസ് ദീപാവലി ആൻഡ് ബാംഗ്ലൂർ ഭയങ്കര ഹാപ്പനിങ് ആയിരുന്നു, ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. എല്ലാവരും ഒത്തുചേർന്ന് സെലിബ്രേറ്റ് ചെയ്യും. അഗെയിൻ അതൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നതിൻ്റെ പേർക്കാണോ അതോ ഇനി ബാംഗ്ലൂരിൻ്റെ ഒരു പേർക്കാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് എല്ലാ ഫെസ്റ്റിവൽസും ഇൻ ദ ട്രൂ സെൻസ് സെലിബ്രേറ്റ് ഞാൻ ചെയ്ത് തുടങ്ങിയത് ബാംഗ്ലൂർ വന്നതിന് ശേഷമാണെന്ന് തന്നെ പറയണം. ഓണം ഓഫ് കോഴ്സ് നാട്ടിലാണ്, ബട്ട് ബാക്കി എല്ലാ ഇന്ത്യൻ ഫെസ്റ്റിവൽസും അതിൻ്റേതായ രീതിയിൽ, ഗണേശ ചതുർത്ഥി ആയിക്കോട്ടെ, എല്ലാ ഇന്ത്യൻ ഫെസ്റ്റിവൽസും, ദസറ, രാവൺ ദഹൻ, നവരാത്രി എല്ലാം സൂപ്പറായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത്, അതിൻ്റേതായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയത് ബാംഗ്ലൂർ എത്തിയതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഫയർ ക്രാക്കേഴ്സൊക്കെ പൊട്ടിക്കുന്നവർ അതിൻ്റെ ആ കണ്ടൻറ്റൊക്കെ വായിച്ച് നോക്കിയിട്ട് നല്ല ബ്രാൻഡ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി, അപ് ടു എ ലിമിറ്റ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക. ശ്രദ്ധിക്കുക, മേത്തൊന്നും വീഴരുത്, അടുത്ത പിള്ളേരുണ്ടെങ്കിൽ വീഴരുത്. ഫ്ലാറ്റിൻ്റെ ബാൽക്കണി അടച്ചിടുക. കഴിഞ്ഞുള്ള ഒരെണ്ണം വന്ന് ഞങ്ങളുടെ വാഷിംഗ് മെഷീനിൽ പൊട്ടിയതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവരും സൂക്ഷിച്ച് സേഫായിട്ടൊരു ദീപാവലി ആചരിക്കുക. Happy Deepavali from Polo and Sharo's universe, and now Ponni's universe too. Bye bye.